എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് അടപ്രഥമൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അട വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 75 ഗ്രാം അട ചേർത്ത് കൊടുക്കാം. അരിയുടെ അടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നീളമുള്ള ടൈപ്പ് അടയായിരുന്നത്, അത് ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ അട നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അട ഇങ്ങനെ നെയ്യിൽ വഴറ്റുന്നത് അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കുഴഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ചില അടകളൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ തന്നെ വെന്ത് കിട്ടും. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ അട കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, തുറന്നു വെച്ച് വേവിക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. പ്രഷറും നന്നായിട്ട് റിലീസായിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ അട നന്നായിട്ട് വെന്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയിലെ വെള്ളം കളഞ്ഞ് നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് കഴുകി വെച്ചേക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വഴറ്റി ഉടയ്ക്കണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ശർക്കര വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതൊരു 125 ഗ്രാം ശർക്കരയുണ്ട്. ഇപ്പോൾ 75 ഗ്രാം അടയ്ക്ക് 150 ഗ്രാം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ 2 ഇരട്ടി. പക്ഷേ എൻ്റെ കയ്യിലുള്ള ശർക്കര നല്ല കറുത്ത നല്ല മധുരമുള്ള ശർക്കരയാണ്. അപ്പോൾ അത്രയും വേണ്ട, കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ 125 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഈ അടയും ശർക്കരയും കൂടി നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കണം. ശർക്കരയിലെയും അടയിലെയും വെള്ളം എല്ലാം വറ്റി വരണം. ഇനി അട നന്നായിട്ട് വേവിച്ച് വേണം ശർക്കരയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അട വേവത്തില്ല. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചവ്വരി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ കുതിർത്തിട്ടുള്ള ചവ്വരിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ഉടഞ്ഞു പോകുന്ന പരുവത്തിലായിട്ടുണ്ട്. നമ്മളിത് ശർക്കരയിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കാരണം ഈ ചവ്വരി ഉടഞ്ഞു പോകത്തില്ല. അതിങ്ങനെ നല്ല മണിമണി പോലെ കിടക്കും. കുതിർക്കാത്ത ചവ്വരിയാണെങ്കിൽ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 3 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുള്ളതായത്. ഇപ്പോൾ 3-ാം പാൽ ഞാൻ എടുത്തിട്ടില്ല, പകരം 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ അടയും ചവ്വരിയും എല്ലാം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും ചുക്കും കൂടി ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഒരു 3/4 കപ്പ് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ കിടക്കുന്നത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ചവ്വരിയാണ്. നല്ല മണി പോലെ അങ്ങനെ കിടപ്പുണ്ട്. അതങ്ങ് വെന്തുടഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ പായസം ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്